2025 സേവക സംഘം താലന്ത് കോമ്പറ്റീഷനിലെ ബൈബിൾ ക്വിസ് പോർഷനെ ആസ്പദമാക്കിയുള്ള ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം: ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കായുള്ള അപേക്ഷയായിട്ട് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ നമ്മെ രക്ഷിക്കുന്നത് എന്ത്? ഉത്തരം: സ്നാനം. രണ്ടാമത്തെ ചോദ്യം: അന്ത്യകാലത്ത് യഹോവയുടെ വചനം പുറപ്പെടുന്നത് എവിടെ നിന്ന്? ഉത്തരം: യെരുശലേമിൽ നിന്ന്. മൂന്നാമത്തെ ചോദ്യം: പ്രാണനോളം യോനായെ വളഞ്ഞത് എന്ത്? ഉത്തരം: വെള്ളം. നാലാമത്തെ ചോദ്യം: ഗിലെയാദിനെ കൈവശമാക്കുന്നത് ആര്? ഉത്തരം: ബെന്യാമീൻ. അഞ്ചാമത്തെ ചോദ്യം: നിനവേക്കാർ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് യഹോവ അറിഞ്ഞതെങ്ങനെ? ഉത്തരം: അവരുടെ പ്രവൃത്തികളാൽ. ആറാമത്തെ ചോദ്യം: യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ മനുഷ്യർ എങ്ങനെയുള്ള വൃക്ഷങ്ങളെ പോലെയാണെന്നാണ് യൂദ പറയുന്നത്? ഉത്തരം: ഇല കൊഴിഞ്ഞും ബലമില്ലാതെയും രണ്ടുരു ചത്തും വേരറ്റും പോയ വൃക്ഷങ്ങൾ. ഏഴാമത്തെ ചോദ്യം: നാം മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടത് എങ്ങനെ? ഉത്തരം: പ്രവൃത്തിയിലും സത്യത്തിലും. എട്ടാമത്തെ ചോദ്യം: സാക്ഷ്യം പറയുന്നവർ ആരെല്ലാം? ഉത്തരം: ആത്മാവ്, ജലം, രക്തം. ഒമ്പതാമത്തെ ചോദ്യം: സ്നേഹം എവിടെ നിന്ന് വരുന്നു? ഉത്തരം: ദൈവത്തിൽ നിന്ന്. പത്താമത്തെ ചോദ്യം: ആർ നിമിത്തമാണ് സത്യമാർഗം ദുഷിക്കപ്പെടുന്നത്? ഉത്തരം: ദുരുപദേഷ്ടാക്കന്മാർ നിമിത്തം. 11ാമത്തെ ചോദ്യം: ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കുന്നതിന് നാം എന്ത് ഉറപ്പാക്കാൻ ശ്രമിക്കണം? ഉത്തരം: നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ ശ്രമിക്കണം. 12ാമത്തെ ചോദ്യം: കർത്താവിൻ്റെ കണ്ണ് ഡേഷ്, അവൻ്റെ ചെവി അവരുടെ ഡേഷ് തുറന്നിരിക്കുന്നു? ഉത്തരം: കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. 13ാമത്തെ ചോദ്യം: സ്വാതന്ത്ര്യം എന്തിനു മറയാക്കരുത്? ഉത്തരം: ദുഷ്ടതയ്ക്ക്. 14ാമത്തെ ചോദ്യം: സഹോദരന്മാരെ കൈക്കൊള്ളാതിരിക്കുകയും അതിന് മനസ്സുള്ളവരെ വിരോധിക്കുകയും സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നത് ആര്? ഉത്തരം: ദിയത്രേഫേസ്. 15ാമത്തെ ചോദ്യം: ജാതികളുടെ ഇടയിൽ കാട്ടുമൃഗങ്ങളിൽ ഒരു സിംഹം പോലെ ആകുന്നവർ ആർ? ഉത്തരം: യാക്കോബിൽ ശേഷിപ്പുള്ളവർ. 16ാമത്തെ ചോദ്യം: ന്യായം വെറുക്കുകയും ചൊവ്വുള്ളത് വളച്ചു കളയുകയും ചെയ്യുന്നത് ആര്? ഉത്തരം: യാക്കോബ് ഗൃഹത്തിൻ്റെ തലവന്മാരും ഇസ്രായേൽ ഗൃഹത്തിൻ്റെ അധിപന്മാരും. 17ാമത്തെ ചോദ്യം: നല്ലത് എന്താണെന്നാണ് യഹോവ കാണിച്ചു തന്നിരിക്കുന്നത്? ഉത്തരം: ന്യായം പ്രവർത്തിക്കുക, ദയാതൽപരനായിരിക്കുക, ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുക. 18ാമത്തെ ചോദ്യം: കപ്പലിൻ്റെ അടിത്തട്ടിൽ ഉറങ്ങിക്കിടന്നിരുന്ന യോനായെ ഉണർത്തി കപ്പൽ പ്രമാണി എന്ത് ചെയ്യാനാണ് പറയുന്നത്? ഉത്തരം: എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുക. 19ാമത്തെ ചോദ്യം: യഹോവ വിവേകത്തെ നശിപ്പിക്കുന്നത് എവിടെ നിന്ന്? ഉത്തരം: ഏശാവിൻ്റെ പർവ്വതത്തിൽ നിന്ന്. 20ാമത്തെ ചോദ്യം: അന്യജാതിക്കാർ യാക്കോബിൻ്റെ സമ്പത്ത് അപഹരിച്ചു കൊണ്ടുപോകുകയും യെരുശലേമിനെ ചീട്ടിടുകയും ചെയ്തത് എപ്പോൾ? ഉത്തരം: ഏശാവ് യാക്കോബിനെതിരെ നിന്ന നാളിൽ. 21ാമത്തെ ചോദ്യം:
കാണ്ടമ്മ കൊച്ചമ്മ സേവിക സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച കാലഘട്ടം ഏത്? ഉത്തരം 1928 മുതൽ 1940 വരെയുള്ള 12 വർഷങ്ങൾ. 23-ാമത്തെ ചോദ്യം. തീത്തോസ് ദിദിയൻ മാർത്തോമ സേവിക സംഘത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചുകൊണ്ടുള്ള കൽപ്പന പുറപ്പെടുവിച്ചത് എന്ന്? ഉത്തരം 1919 ഏപ്രിൽ 14. 24-ാമത്തെ ചോദ്യം. 1919 മാരാമൺ കൺവെൻഷനിൽ വെച്ച് ആരംഭിച്ചപ്പോൾ സേവിക സംഘത്തിൻ്റെ പേര് എന്തായിരുന്നു? ഉത്തരം മാർത്തോമ സ്ത്രീജന സുവിശേഷ സേവിക സംഘം. 25-ാമത്തെ ചോദ്യം. സേവിക സംഘത്തിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം മിസ്സിസ് കോട്ടരോത്ത് ശോശാമ്മ അല്ലെങ്കിൽ മിസ്സിസ് കോര ഈപ്പൻ. 26-ാമത്തെ ചോദ്യം. വീഞ്ഞിൽ ഉടുപ്പും ദ്രാക്ഷാരസത്തിൽ തൻ്റെ വസ്ത്രവും അലക്കുന്നവൻ ആര്? ഉത്തരം യഹൂദ. 27-ാമത്തെ ചോദ്യം. ശിംശോൻ്റെ ഗോത്രം ഏത്? ഉത്തരം ദാൻ ഗോത്രം. 28-ാമത്തെ ചോദ്യം. യോന പ്രവാചകൻ്റെ ജന്മദേശം ഏത്? ഉത്തരം ഗത്ത് ഹേഫർ. 29-ാമത്തെ ചോദ്യം. മെലീത്തയിൽ വെച്ച് പൗലോസ് പ്രാർത്ഥിച്ച് സൗഖ്യമാക്കിയത് ആരെ? ഉത്തരം പുബ്ലിയോസിൻ്റെ പിതാവിനെ. 30-ാമത്തെ ചോദ്യം. പൗലോസ് മിലേത്തിൽ രോഗിയായി വിട്ടേച്ചു പോന്നത് ആരെ? ഉത്തരം ത്രൊഫിമോസിനെ. ഈ ചോദ്യോത്തരങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുമല്ലോ. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.